വെറൈറ്റി ചമ്മന്തിയാണ്. അതായത് അത് മുതിര വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ മുതിര, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി, ചുവന്ന മുളക്, ഉപ്പ്, തേങ്ങ. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ മുതിര ഒന്ന് വറുത്തെടുക്കണം. അതിനു വേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മുതിര അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറിയും വേണ്ട. മുതിര കഴുകി ഇതാക്കിയതാട്ടോ. ഇത് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ മുതിര പൊട്ടി വരുന്നുണ്ട്. നല്ലോണം പൊട്ടി വന്ന് നമുക്കിത് മാറ്റാം. ഇതൊന്ന് ഇനി നമുക്ക് ചുവന്ന മുളക് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിൽ വെളിച്ചെണ്ണ ഉറ്റിക്കരുത്. വറക്കുമ്പോൾ വെളിച്ചെണ്ണ പറ്റൂല. നമ്മൾ ചമ്മന്തി ആക്കി കഴിഞ്ഞിട്ടാണ് ഇതിൽ വെളിച്ചെണ്ണ ഇതാക്കുന്നത്. മുളക് പൊടി കുറച്ച് ഇടണം. എൻ്റെ അടുത്ത് ഉണക്കമുളക് ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. നമുക്കിത് നല്ലോണം ചൂടാക്കി എടുക്കാം. നമുക്കിത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഒന്ന് ചെറുങ്ങനെ ചൂടാക്കി എടുക്കാം. ഈ ചൂടാക്കിയതിൻ്റെ ഒരു ചുവ ഉണ്ടാവും ചമ്മന്തിക്ക്. നല്ല ടേസ്റ്റാണ് ഇത്. അധികം കരിയൊന്നും ചെയ്യണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. ഞാൻ കുറച്ചേ ആക്കുന്നുള്ളൂ, നമ്മൾ കുറച്ച് ആളേ ഉള്ളൂ, അതുകൊണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇത് നമുക്ക് അമ്മിയിൽ അരച്ചെടുക്കാം. അമ്മിയിൽ അരച്ചാലും അടുപ്പിലാക്കിയാലും വേറെ ടേസ്റ്റാണ്. മിക്സിയിലൊക്കെ ആക്കുന്ന പോലെയല്ല, അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അമ്മിയിൽ അരച്ചെടുക്കാം. പിന്നെ അമ്മിയില്ലാത്തവർ മിക്സിയിൽ അരക്കും. പിന്നെ ഇപ്പം ആർക്കും നേരവും ഇല്ലല്ലോ. അപ്പം ഇതുമായിട്ടുണ്ട്. നമുക്ക് ഇത് പൊടിക്കാം. ചമ്മന്തി പൊടിക്കാൻ ആദ്യം മുതിര ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് വേണ്ട കിട്ടും, എരിവ് കുറവായിരിക്കും, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം. ഇതിൽ വറുത്ത നല്ലൊരു മണം തന്നെ വരുന്നു. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ടൊന്ന് ഇതാക്കി കൊടുക്കാം, അരക്കാം. അമ്മിയിൽ അരച്ച നല്ല ടേസ്റ്റാണ് ചമ്മന്തി. പിന്നെ നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. നല്ലോണം അരച്ചെടുത്ത് ഇതൊക്കെ പുളി കുരു ഉണ്ടെങ്കിൽ കുരു നീക്കി കൊടുക്കണം.
ഇനി നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ കരിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം കൂടി അരച്ച് എല്ലാം കൂട്ടി ഒരുമിച്ചാക്കി നല്ലോണം അരച്ചെടുക്കണം. ഈ അമ്മി എത്രയോ 10 കൊല്ലം പഴക്കമുണ്ട്. എത്രയോ കൊല്ലം പഴക്കമില്ലെന്നറിഞ്ഞേക്കും. ഇപ്പോൾ ഉപയോഗിക്കലുണ്ട് കേട്ടോ. നമ്മൾ നെയ്പ്പത്തിനൊക്കെ അരി ഇറക്കുന്നുണ്ട്. പിന്നെ കരണ്ടില്ലാത്തപ്പോൾ പിന്നെ ചമ്മന്തി അതൊക്കെ അമ്മയിൽ നിന്ന് ഇറക്കും. നമ്മുടെ ചമ്മന്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വാരാം. ഈ അമ്മയിൽ നമുക്ക് കുറച്ച് ചോറിട്ട് പെരക്കി നല്ല ടേസ്റ്റാണ്. ഉമ്മ ഇങ്ങനെ പെരക്കും അമ്മയിലിട്ടിട്ട്. ഉണ്ടോ? അടിപൊളി ടേസ്റ്റ് ഇങ്ങനെ അമ്മയിലിട്ട ചോറ്. നമ്മുടെ മുതിര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വറുക്കുമ്പോൾ ഒഴിക്കാണ്ട് അരച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. എന്നിട്ട് ഇത് തമ്മിൽ യോജിപ്പിക്കുക. ഇതുണ്ടോ? എൻ്റെ മുതിര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചോറിന് കൂട്ടാൻ. അപ്പം നമുക്ക് ഇത് ചോറിന് കൂട്ടാം.